ടൈഗർ റിസർവിനുള്ളിട്ടാണ്. ഇനി ഇവിടുന്ന് കിട്ടുന്ന യാത്ര അതീവ രസകരമായ യാത്രയാണ്. കൊടും കാട്ടിലൂടെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പലതും കാണും. മൃഗങ്ങളെ പല മൃഗങ്ങളെയും കാണാൻ പറ്റും. കലക്കി മക്കളെ, കലക്കി കിട്ടി 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 മക്കളെ, പൊളിച്ച് പൊളിച്ച് പൊളി പൊളി. എല്ലാരും എന്നെ പെടുത്തില്ലേ ഞമ്മള് കണ്ടിട്ടാ ക്ഷമ. പിന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് പെടുത്തിക്കൊണ്ടിട്ടാ ക്ഷമ. എന്താണ് ശരിക്കണേ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അടിപൊളി ദിവസമാണ്, തകർപ്പൻ ട്രിപ്പ്. ഞങ്ങളിപ്പോ നിലമ്പൂരെത്തി. അല്ലെ നിലമ്പൂരല്ലേ, നിലമ്പൂർ എത്തണം അല്ലേ. നമ്മളൊന്ന് ഒരു ഡെസ്റ്റിനേഷൻ നോക്കിയിട്ടല്ല പോണോ, ഞങ്ങള് യാത്ര ആസ്വദിക്കണം. അതെ, ഒരു സൺഡേ ട്രിപ്പ്. അതെ, ഒരു വ്യക്തമായ ഡെസ്റ്റിനേഷൻ അല്ല, പക്ഷെ നല്ല ലൊക്കേഷനിലൂടെ. പക്ഷെ ഞങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങള് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാല് നമ്മള് നാടുകാണി ചുരം വഴി അങ്ങനെ ഗൂഡല്ലൂർ വഴി ബന്ദിപ്പൂരിലെ ബന്ദിപ്പൂര്, അതെ അതെ, കാട്ടിലൂടെ ഒരു അതിമനോഹരമായ എന്ത് കാട് എന്ന് പറയാ, വമ്പൻ കാട്. അങ്ങനെ എന്തൊക്കെ ഒരു വമ്പൻ. അതെ, വലിയൊരു കാട്ടിലൂടെയുള്ള യാത്രയാണ്. അതേപോലെ വനത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു എന്താ പറയാ, വനനിബിഡമായ അന്തരീക്ഷം കാണിച്ചു എല്ലാവർക്കും. ഇത് ഒരു ഫാമിലി ട്രിപ്പാണ്. ഇതിൽ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം, വ്ലോഗിൽ ആദ്യമായിട്ടാണ് ഇവരൊക്കെ ഫാമിലിയോട് കൂടിയിട്ട് ഞങ്ങൾ. അതെ 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 അതെ. അങ്ങനെ ഗുണ്ടൽപേട്ട വഴി പിന്നെ മുത്തങ്ങ, സുൽത്താൻ ബത്തേരി, അതെ, അങ്ങനെ വയനാട് ചാടും. അങ്ങനെ നമ്മള് നാടുകാണി ചുരം വഴി കയറി നമ്മള് താമരശ്ശേരി ചുരം വഴി ഇറങ്ങും. അതാണ് നമ്മുടെ യാത്ര. കുഞ്ഞ സ്പാൻഡർ കണ്ടെടുത്ത ശരിയാക്കി തരാം. അപ്പൊ ഓക്കെ, കം ഓൺ ഗൈസ്. നിലമ്പൂര് തേക്കുംകാടാണ് രണ്ട് സൈഡ് അല്ലേ. തേക്ക് മാത്രല്ല, ഒരു വീഡിയോ നമ്മൾ ചെയ്യൂട്ടോ. നിലമ്പൂര് മാത്രം അടിപൊളി ഒരു വീഡിയോക്കുള്ള സ്പേസ് ഉണ്ട്, കാണേണ്ട സ്ഥലം നമ്മൾ തൊട്ടടുത്തില്ല. അത് നിലമ്പൂർക്ക് വരുമ്പോൾ നമ്മൾ കാറിട്ട് വരരുത്. നിലമ്പൂർക്ക് വരുമ്പോൾ നമ്മൾ ട്രെയിൻ വഴി വരണം. ഷൊർണൂരിൽ നിന്ന് പാസഞ്ചറിൽ കയറിയിട്ട് ഭയങ്കര ഫീലിംഗ് ആണ്. ആ യാത്ര ഭയങ്കര രസമാണ്. ഇതൊക്കെ നമ്മളെ വ്യൂ പോയിന്റ് ആട്ടോ, എങ്ങനെ നമ്മൾ കാണുന്നതനുസരിച്ചിരിക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ നീളത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ നീളത്തിലുള്ള വണ്ടി ഇട്ടു, ഒരു 7 സീറ്റർ ഓട്ടോറിക്ഷ പോലത്തെ എന്തായാലും പേരുണ്ട്, വേറെ എനിക്കറിയില്ല. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മൊത്തം നമുക്ക് ട്രിപ്പ് അടിക്കാൻ പറ്റും. എന്തെല്ലാം കാഴ്ചകളുണ്ട്. തേക്കന്തോട്ടൊക്കെ കാണാണ്, നിലമ്പൂർ തേക്കന്തോട്ടൊക്കെ സൂപ്പർ പൊളി. നമ്മൾ ഈ റോഡ് കൂടെ മെയിൻ റോഡ് കൂടെ മുമ്പേ കാണുന്ന കാഴ്ച എന്ത് ഭംഗിയുണ്ട്. അപ്പൊ അതിന്റെ ടൂറിസ്റ്റ് പോയിന്റ്സ് എത്ര ഭംഗി ഉണ്ടാവും നമുക്ക് ഊഹിക്കാലോ. പിന്നെ നമ്മള് ട്രെയിനിൽ വരുമ്പോ നല്ല സൈറ്റാണ്. കൂട്ടുകാരെ, നമ്മള് അടിവാരെത്തിട്ടോ. അങ്ങനെ ഈ ചുരം കയറാൻ പോവാണ്. നാടുകാണി ചുരം അല്ലേ ഇതിന്റെ പേര്? ഇതന്നെയല്ലേ നാടുകാണി? അതെ അല്ലെ, വഴിക്കടവ് കഴിഞ്ഞ് നാടുകാണി ചുരം. യെസ്, ഈ വഴിക്കടവ് കഴിഞ്ഞുള്ള ചുരം തന്നെയാണ് നാടുകാണി ചുരം എന്ന് പറഞ്ഞത്. എന്തായാലും പറ്റില്ല, നാടെല്ലാം കാണാണ്ട് ചുരം കയറി കണ്ടോ, ആസ്വദിച്ചോ? അവിടെ ഹെൽത്ത് ടീമിന്റെ ചെക്കിംഗ് ഉണ്ട്, ചെക്ക് പോസ്റ്റില്, വൈക്കടവ് ചെക്ക് പോസ്റ്റില്. നമ്മളെ ചെക്ക് ചെയ്തൊന്നുമില്ല കേട്ടോ, നമ്മള് ചെക്ക് ചെയ്തില്ല. പക്ഷെ അവിടെ ചിലരൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളില്ലടാ ക്ഷമേ, നമ്മളെ വഴിക്കടവാണ്, വഴിക്കടവ്. എന്ത് മനോഹരമായ കാഴ്ചയാണ്. യാത്രയാണ് കേട്ടോ ഇന്നത്തെ, അല്ലാതെ നമ്മളൊരു പ്ലേസ് ടാർഗറ്റ് ചെയ്ത് പോവല്ല. ഇന്ന് ട്രാവൽ, അതെ, ട്രാവലിംഗ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞു. എന്താണ് ഷാബാന റിൻഷോ? ഏത് റിൻഷോ? എന്താ റിൻഷോ ആനപ്പെട്ട് കിടന്നു, ആനപ്പെട്ട് പോയിക്കണോ? എന്താ സീൻ എങ്ങനെയൊക്കെയാ രംഷ? ഈ സൈഡ് ലെഫ്റ്റ് നോക്കിയാ കേട്ടോ, ആനപ്പെട്ടി ആന ഇറങ്ങിക്കണോ?
മസിലൊക്കെ ആനുള്ള സ്ഥലമാണ്. അതെ ആനപ്പെട്ടി ഇപ്പൊ ചവിട്ടി മുടി വലുതാവും. ഒന്നിന്റെ കഷണ്ടി ഒന്ന് മാറ്റായിരുന്നു. കഷണ്ടി മൃഗങ്ങളൊക്കെ വരടാ അങ്ങോട്ട് നോക്കി. എന്താണ് സീനറി. ആനപ്പിണ്ടി ഇട്ടെടുത്തിട്ടുണ്ടെങ്കിലേ ഈ നമ്മളെ വേപ്പിലല്ലേ, വേപ്പില കറിവേപ്പില അത് തഴച്ച് വളരുന്നു പറഞ്ഞിട്ടുണ്ട്. ആളുകൾ പറഞ്ഞാണ് ഇവിടൊക്കെ ആന ഇറങ്ങാൻ സാധ്യതയുള്ള സംഭവമാണ്. പക്ഷെ നമുക്ക് ആന ഇപ്പൊ കാണാൻ പറ്റും തോന്നുന്നില്ല. രാത്രി വൈകുന്നേരങ്ങളിലൊക്കെ ആവും ആന ഇറങ്ങാറ് അല്ലേ? നോക്കടാ ആ സൈറ്റൊക്കെ. ഓ സൂപ്പറാട്ടാ മക്കളെ. കിടു കിടു കിടു. ആഹാ വളരെ ഭംഗിയുണ്ട്. ക്ഷമ കണ്ടോ? കാൽവേരി കൊണ്ട് പോലെ തന്നെ അല്ലേ? അടിപൊളി ഷൂട്ട് ചെയ്ത് ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തോണ്ട് വണ്ടി ശരിക്കും ഓടിച്ചട്ടോ. ഞാൻ നന്നായി ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പിന്നെ അതൊക്കെ കാഴ്ചകളൊക്കെ എടുക്കുക. എന്താ പറയാ, ഇപ്പൊ നിന്റെ വീഡിയോ കണ്ടിട്ടുള്ളതൊക്കെ കാണാന്. ആ ശരിയാ. കാരണം എന്താ വെച്ചാലേ ഡ്രൈവേഴ്സിന് ഒരിക്കലും കാഴ്ചകൾ കാണാൻ പറ്റിക്കോളണമെന്നില്ല. ഡ്രൈവേഴ്സ് വീഡിയോ നമ്മള് പാവം ഡ്രൈവറാണ്. പാവം ഡ്രൈവർ. എന്തായാലും നമ്മളെ വീഡിയോ കാണേ. അപ്പൊ നമ്മളുടെ വീഡിയോ കാണുമ്പോ നമുക്കും കാര്യമാണല്ലോ. ഒരു യാത്ര പോകുമ്പോഴേ ചുറ്റുപാടുള്ള കംപ്ലീറ്റ് കാണാനുള്ള ഒരു അവസരം അവർക്ക് ഇല്ലല്ലോ അല്ലേ? കാണാം, പക്ഷെ ആസ്വദിക്കാൻ കഴിയില്ല. ആസ്വദിക്കാൻ ഇങ്ങനെ പോകും. ഫ്രണ്ട് ഈ 3 മിററും ഈ ഫ്രണ്ടും. അതെ അതെ അതെ. അല്ലാതെ ഇപ്പൊ അപ്പുറത്തുള്ള സീനറി കാണാനുള്ള ഒരു അവകാശം സാവകാശം ഡ്രൈവർക്ക് ഇല്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല. എന്നാലും ഈ ഡ്രൈവർ ഉള്ളതുകൊണ്ടാണ് യാത്രക്കാരെല്ലാരും എല്ലാം കാണേണ്ടിരുന്നത് അല്ലേ? ഡ്രൈവർ സംഭവമാണ്. ലോകത്തിന്റെ നെടുന്തൂണാട്ടോ ഡ്രൈവർമാര്. പിന്നെ അവരെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഒരു ഡ്രൈവർ ഇല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന് മൊബിലിറ്റി ഇല്ല, ചലനാത്മകത ഇല്ല. എങ്ങോട്ടാ ഒരു സ്ഥലത്തേക്ക് എങ്ങനെ എത്തിക്കും? നമ്മളെ രാജ്യത്തിന്റെ നാടിന്റെ വികസനം ഡ്രൈവർമാരിലൂടെ കേട്ടോ. അപ്പൊ ശരിക്കും ഈ യാത്രയുടെ വീഡിയോ നമുക്ക് ഡ്രൈവർമാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. അതെ. ആന ആന വരുന്നുണ്ടോ റിൻഷിയോ? എവിടെ ആന? ഒരു ആന മതി റിൻഷിന് ആന വരണം. എവിടെ എവിടെ എവിടെ? പോട്ടെ വണ്ടി പോട്ടെ. ആനപ്പിണ്ടിക്ക് അടുത്ത് കുരങ്ങൻ കണ്ടാ? ചെറിയ കുരങ്ങ, 2 കുരങ്ങന്മാരുന്നോ ഈ നിൽക്കുന്ന കുരങ്ങന്മാര്. വണ്ടി നോക്കിട്ടാ കണ്ടാ കണ്ടാ മങ്കി. ക്ഷമ കണ്ട കുരങ്ങനെ കണ്ടാ? കുരങ്ങനെന്താ ഇംഗ്ലീഷിൽ പറയാ? സൈക്കിൾ റൈഡേഴ്സ്. സൈക്കിൾ റൈഡേഴ്സ് ഉണ്ട് അവിടെ. സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. ഈ ചുരൊക്കെ ചവിട്ടി ഇല്ലേ? സൈക്കിൾ ചവിട്ടി കയറണം എന്നുണ്ടെങ്കിലേ നല്ല സ്റ്റാമിന വേണം. ആന ഇറങ്ങുന്ന സ്ഥലം വാണി കൊടുത്തിട്ടല്ലേ? ഇനി ആനക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നല്ലേ? ആനക്ക് കയറി വരാനാ കാട്ടിൽ നിന്നേ. മുളങ്കാടുകൾ. നമ്മള് ഇടുക്കി പോയപ്പോഴും മുളങ്കാടുകൾ ഉണ്ടായിരുന്നു അവിടെ അല്ലേ? പക്ഷെ കുറച്ചുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കുറച്ച് കൂടുതലാണ് മുളങ്കാടുകൾ. ഈ നാട് കാണിച്ചുരെന്ന് പേര് വരാൻ കാരണം ചിലപ്പോഴേ നാട് കാണാൻ വേണ്ടി ഇറങ്ങുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അവർക്കൊരു പ്രൊമോഷൻ ആയിട്ടേ പറഞ്ഞതാവും അങ്ങനെ. നാട് കാണി, നിങ്ങള് നമ്മളെ നാട് കാണി. എന്ത് ഭംഗിയടോ, മനസ്സിലായോ? രക്ഷിച്ചിട്ട് നോക്കി. മനസ്സിലായോ? മാഷാഅല്ലാ. അപ്പൊ അതാ പറയണത്. നിങ്ങൾ ഇങ്ങോട്ട് വരി, നമ്മളെ നാട് കാണി. അതാണ് നാട് കാണി ചുരം വരാൻ കാരണം. മനസ്സിലായോ? വയനാട് പിന്നെ മുത്തങ്ങാട് റോട്ടിൽ ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ മുളങ്കാടുകൾ. ഈ മുളങ്കാട് ഭയങ്കര പ്രത്യേക ഭംഗിയാട്ടോ. ഒരൊറ്റ കൂട്ടം മുള മാത്രം നിൽക്കുമ്പോ ഒരു ഭംഗിയാണ്. ഈ പാറൊക്കെ നോക്കിയാ വളരെ കണ്ടോ ഒരു റോഡൊക്കെ നന്നാക്കിണ്ടല്ലോ അല്ലേ? നല്ല റോഡാണ് ഇവിടൊക്കെ. വരുന്ന വഴിക്ക് കുറച്ച് മോശം ഉണ്ടെങ്കിലും ചുരത്തിന് മുകളിൽ നല്ല റോഡാണ്. നമ്മളെ പെരിന്തൽമണ്ണ ഭയങ്കര മോശമാണ് റോഡ്. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലേ ഭയങ്കര മോശമാണ്. പെരിന്തൽമണ്ണ റോഡ് നന്നാക്കിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ മുന്നേ കുറച്ച് ഭാഗം മോശമായിട്ടുണ്ട്. പട്ടാമ്പിക്ക് സ്റ്റാൻഡ് ചെയ്യുന്നിടത്തൊക്കെ ഉണ്ടല്ലോ, അധികാരികൾ കാണുന്നില്ല, അല്ല കണ്ണടച്ചു പോട്ടോ. ഏടാ സൈക്കിളോട്ട് വരുന്നണ്ട നമ്മളെ ചുരം ഇറങ്ങി വരിക. റൈഡേഴ്സ് സൺഡേ കുറച്ച് കൂടുതലുണ്ടോ? നമ്മളെല്ലാം എവിടെ പോകുമ്പോഴും സൺഡേ ആണ്. സൺഡേ പോകുമ്പോ റൈഡേഴ്സ്
ഫ്രീ ആവുന്ന ഒരു ദിവസം എലഫന്റ് പാസേജ് ആണ് കേട്ടോ. എല്ലായിടത്തും എലഫന്റ് പാസേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആനക്ക് ഇറങ്ങാനുള്ള സ്ഥലം എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എലഫന്റ് ക്രോസിംഗ് ഏരിയ. ആനനെ എന്താണ് ബാക്ക് വണ്ടി പോട്ടെ. ഒരു പാറ നോക്കിയേ, പാറ കേട്ടോ. അടിപൊളി റോക്ക് റോഡിലേക്ക് ഇപ്പൊ വീഴുന്ന നിൽക്കുകയാണ് അല്ലേ? ഇവിടെ നല്ലൊരു വാട്ടർഫാളിന്റെ ലക്ഷണം കാണുന്നുണ്ടോ കേട്ടോ. ചെറിയതായിട്ട് വാട്ടർഫാളിന്റെ ചെറുതായിട്ട് കുളിസീനാണ്. നമ്മളപ്പോ മൂന്നാമത്തെ മലയിൽ കിടക്കട്ടോ. രണ്ട് മല കടന്നു കഴിഞ്ഞോളൂ. മൂന്നാമത്തെ മല തേയിലത്തോട്ടം. ഉയരം കൂടുന്നവരും ടേസ്റ്റ് കൂടുന്ന മോഹൻലാലിന്റെ പറഞ്ഞിട്ടുണ്ട്. കണ്ണത് കേരള ബോർഡർ നമ്മൾ വിട്ടിരിക്കുകയാണ്. എവിടെ എഴുതിയിട്ടുണ്ടോ? ആണോ? കേരള ബോർഡർ വിട്ടോ? കേരള ബോർഡർ നമ്മൾ വിടുക കേട്ടോ. ഇവിടെ ഉണ്ട് ഇതാ. അതവിടെ മെയിൻ ബോർഡ് അതാ. അത് തമിഴ്നാട്, കർണാടക. വെൽക്കം ടു തമിഴ്നാട്. അപ്പൊ നമ്മള് നമ്മളെ കേരളം വിട്ടിട്ട് തമിഴ്നാട്. വെൽക്കം ടു തമിഴ്നാട് കേട്ടോ. തമിഴ്നാട്ടിലേക്ക് കയറി. അയ്യോ ഇവിടെ കേരളത്തിലെ റോഡ് എന്ത് അടിപൊളി റോഡ് വെച്ചിട്ടാ തമിഴ്നാട്ടിൽ ഇങ്ങോട്ട്. ചില ആൾക്കാരൊക്കെ പറയും തമിഴ്നാട്ടിലെ അടിപൊളി റോഡ് കേരളത്തില് മോശമാണ്. എനിക്കറിയില്ല കേട്ടോ, ഐ ഡോണ്ട് നോ. എനിവേ ഇവിടെ കേരളത്തിലെ റോഡ് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കിടന്നപ്പോ മോശം റോഡൊക്കെ ഉണ്ട്. അതുവരെ നല്ല അടിപൊളി കിടക്കാഞ്ചി റോഡായിരുന്നു. ഇടയിലെ കുറച്ച് പൊട്ടിപ്പൊളിയൊക്കെ ഉണ്ടെങ്കിലും അല്ല അതിപ്പോ ഉണ്ടാവും. കാരണം നല്ല റോഡുള്ള ചിലപ്പോ ചെറിയ പൊട്ടിപ്പൊളിയൊക്കെ. നമ്മളിപ്പോ തമിഴ്നാട് സ്റ്റേറ്റിലുള്ളത് കേട്ടോ അല്ലെ? കേരളം വിട്ടു. പിന്നെ ഈ തമിഴ്നാട് ഉടൻ വിൽപ്പനയ്ക്ക് പിന്നെ ഇവിടെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ തമിഴ്നാട് ബോർഡറിലേക്ക് കടന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലാസ്റ്റിക് ബാഗുകൾ ക്യാരി ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ആഡ് അവിടെ കണ്ടു സൈൻ ബോർഡിൽ. ആ ഇത് തമിഴ്നാട് കുറങ്ങ. പ്ലാസ്റ്റിക് ബാഗുകൾ ഇവിടെ അലോഡല്ല കേട്ടോ. അപ്പൊ കൂട്ടുകാരെ നമ്മളിപ്പോ നീലഗിരി എത്തിട്ടോ. നീലഗിരി എന്ന് പറഞ്ഞാല് നമ്മള് വഴിക്കടവ് അങ്ങനെ നാടുകാണി ചുരം കയറി നമ്മള് നാടുകാണി ചുരം കഴിഞ്ഞു. അങ്ങനെ കയറി കഴിഞ്ഞ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആദ്യം ഒരു ടോൾ ഉണ്ട്, സാധാ നോർമൽ ടോള് 30 രൂപ കൊടുത്തിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഒരു പോലീസ് ചെക്ക് പോസ്റ്റ്. അപ്പൊ അവിടെ ഇ പാസ് നമുക്ക് നിർബന്ധമാണ് സംഭവം. നമുക്കത് അറിയില്ലായിരുന്നു, ഇ പാസ് എടുക്കണം എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് അവിടെ സ്റ്റോപ്പ് ചെയ്തു, വണ്ടി തിരിച്ച് അവിടെ പാർക്ക് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു വിഷയമുള്ളത്. സംഭവം വെരി സിമ്പിൾ ആണ്. ഞങ്ങൾ അവിടെ ഇപ്പൊ തൽക്കാലം ഞങ്ങൾ നേരം വൈകേണ്ട വിചാരിച്ചിട്ട് സൈറ്റ് നമുക്ക് ഇതില് വിട്ടുകൊടുക്കാം, ഇതില് ലിങ്ക് വിട്ടുകൊടുക്കാം. പിന്നെ അപ്പൊ അവിടെ തന്നെ കുറെ കടകളൊക്കെ ഉണ്ട് ഇ പാസ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു 100 രൂപ കൊടുത്ത് അവിടുന്ന് പാസ് എടുത്തു കേട്ടോ. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ വന്നിട്ട് നമ്മള് വെറുതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അറിയാത്തൊരു ഇതുള്ളൂ. ഓൺലൈനിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാതെ തന്നെ നേരെ മൊബൈലിൽ കാണിച്ചെടുത്തിട്ട് പോവാം. അതെ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ ഇനി നല്ല കാഴ്ചകൾ കാണാം. നല്ല തേയിലത്തോട്ടൊക്കെ ഉണ്ട്, തേയിലത്തോട്ടൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. നല്ല അടിപൊളി തേയിലത്തോട്ടത്തിന്റെ സീറ്റ് കേട്ടോ. പിന്നെ അവിടെ മാനം ഇവിടെ കൂട്ടുകാരെ നമ്മള് വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചിട്ടേ. കാരണം നമ്മൾ പുലർച്ചെ അവിടുന്ന് ഒരു 5 മണി അല്ല 5:30 അവിടുന്ന് പോകുന്നത് വീട്ടിൽ നിന്ന്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കാം നമ്മൾ കരുതിയിട്ടുണ്ട്. ഇഡ്ഡലിയും ചമ്മന്തിയും ചട്നിയൊക്കെ കരുതിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നല്ല വളരെ അതിമനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ടിട്ട് ഇവിടുത്തെ ഇളം കാറ്റിൻ്റെ ആ ഒരു തണുപ്പൊക്കെ കൊണ്ടുകൊണ്ട് നമുക്ക് ഇഡ്ഡലിയും ചമ്മന്തിയും കഴിക്കാം അല്ലേ? എവിടെ നമുക്ക് കഴിക്കാനുള്ളതൊക്കെ ഇതിലെല്ലാം റെഡിയാ. ഇഷാമ ഒന്ന് ഉറങ്ങി അല്ലേ? വാ വാ ക്ഷമ കൈ റിൻഷോ
വിശക്കണ്ടാ ഇങ്ങോട്ട് നോക്കടി ഞാൻ കഴിക്കൊണ്ട് ശ്യാമേ എടേ ചമ്മന്തി കിടുന്ന പറയണേ എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലേ ഓഹോ ഓഹോ ചട്നി കുറച്ചധികം ഒഴിച്ചോ കുറച്ച് സ്മോൾ കൂട്ടുകാരെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കണ്ടോ നമ്മൾ പ്ലേറ്റും ഗ്ലാസും എല്ലാം ഒരു കവറിലാക്കിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇവിടെ എവിടെയും നിക്ഷേപിക്കില്ല കേട്ടോ നമ്മൾ പ്രത്യേകം യാത്രക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത് നമ്മൾ ഉപയോഗിച്ച പ്ലാസ്റ്റിക് ഐറ്റംസ് അല്ലെങ്കിൽ കച്ചറകളോ ഒരിക്കലും നമ്മൾ റോട്ടിലോ വഴിവക്കിലോ എവിടെയും നമ്മൾ വലിച്ചെറിഞ്ഞ് പോകരുത് നമ്മളിത് വണ്ടിയിൽ തന്നെ വെക്കുകയാണ് ഇത് വീട്ടിൽ എന്നിട്ട് നമ്മൾ ഇതിനെ നശിപ്പിച്ച് കളയുള്ളൂ ഓക്കെ രസകരമായ തേയിലത്തോട്ടങ്ങളാട്ടോ ഇങ്ങനെ കണ്ട ആസ്വദിച്ച് പോവാം ഊട്ടി 53 പ്യാഖര 31 ഗൂഡല്ലൂർ 2 മുതുമലൈ ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ടപ്പോ ഗൂഡല്ലൂർ എത്തിയോ ഗൂഡല്ലൂർ പട്ടണത്തേക്ക് എത്തിയല്ലേ ഇവിടുന്ന് റൈറ്റ് പോയ ഊട്ടി കോയമ്പത്തൂര് അല്ലേ ലെഫ്റ്റ് മൈസൂര് സുൽത്താൻ ബത്തേരി അപ്പൊ നമ്മള് മൈസൂര് സുൽത്താൻ ബത്തേരി റോഡിലോട്ടാണ് കിടക്കുന്നത് കേട്ടോ ലെഫ്റ്റ് കീപ്പ് ചെയ്തോ ലെഫ്റ്റ് ഇവിടുന്ന് മൈസൂർക്ക് 110 കിലോമീറ്റർ ആണ് ഊട്ടിയിലേക്ക് 50 കിലോമീറ്റർ ഊട്ടി വളരെ അടുത്താട്ടോ അപ്പൊ നമ്മുടെ അടുത്താണ് ഊട്ടി ഉള്ളത് പക്ഷെ നമ്മളെന്തായാലും ഇപ്പൊ ഊട്ടിലോട്ട് പോണില്ല നേരെ ഇവിടുന്നു മൈസൂർ റൂട്ട് നമുക്ക് ലെഫ്റ്റ് പോണം നമ്മള് മൈസൂർ റൂട്ടിലേക്ക് കടന്നു സുൽത്താൻ ബത്തേരിക്ക് 44 കിലോമീറ്റർ മൈസൂർ ലെഫ്റ്റ് ആണ് കേട്ടോ ലെഫ്റ്റ് ആണ് റൈറ്റ് സോറി മൈസൂരോ റൈറ്റ് ആണ് ശരി അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നേരെ പോയ സുൽത്താൻ ബത്തേരി ഇങ്ങോട്ട് മൈസൂർ റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത് റൈറ്റ് കാട്ടിലേക്ക് പ്രവേശിച്ചല്ലേ കാട്ടിലോട്ട് അപ്പൊ ബോർഡർ ചെക്ക് പോസ്റ്റ് ഒന്നും കണ്ടില്ലല്ലോ പോസ്റ്റ് ഒന്നും ഇല്ലേ ഇല്ലായിരിക്കൂലല്ലോ മുളങ്കാടല്ലേ ഇതൊരു കാട് തന്നെയാണ് നമ്മൾ വിചാരിച്ച കാടെത്തിയില്ല രസമുള്ള സ്ഥലം കേട്ടോ RTO ചെക്ക് പോസ്റ്റ് എത്തിട്ടോ മുതുമലൈ ടൈഗർ റിസർവ് ഇവിടെയാണ് നമ്മള് പോണേ ടൈഗർ റിസർവിലൊക്കെ കറക്റ്റാണ് മുതുമലൈ ടൈഗർ റിസർവ് എല്ലാം റോഡ് തന്നെ അതെ മുതുമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് അല്ലേ അപ്പൊ സുബേറെ നമ്മളിപ്പോ കടന്നിട്ടുള്ളത് മുതുമലൈ ടൈഗർ റിസർവിനുള്ളിട്ടാണ് ഇനി ഇവിടുന്ന് കിട്ടുന്ന യാത്ര അതീവ രസകരമായ യാത്രയാണ് കൊടും കാട്ടിലൂടെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പലതും കാണും മൃഗങ്ങളെ പല മൃഗങ്ങളെയും കാണാൻ പറ്റും അതിരാവിലെ ഒരു 6 മണിക്ക് നമ്മളിവിടെ എത്തുകയാണെങ്കിൽ ഈ നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്ന പല മോർണിംഗിലാണ് കാരണം മൃഗങ്ങളൊക്കെ രാത്രി ഇറങ്ങി കേറി പോകുന്ന സമയല്ലേ മറ്റേ വണ്ടികളൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞാല് വണ്ടികളുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് അവരുടെ ഉൾക്കാടുകളിലേക്ക് വലിയും നമുക്ക് കാണാൻ പറ്റില്ല നമ്മളിപ്പോ ലേറ്റ് ആണ് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടോ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട് ഇപ്പൊ അല്ലെങ്കിൽ എന്താ അടിപൊളി കാട്
മക്കളെ ഹമ്പ് ഉണ്ട് കേട്ടാ, ഇടക്കിടക്ക് ഹമ്പ് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. ഇടക്കിടക്ക് ഹമ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാല് കാട്ടിനുള്ളില് പ്ലാസ്റ്റിക്കോ അങ്ങനെ ഒന്നും കച്ചറകളോ ഒന്നും വലിച്ചെറിയാൻ പാടില്ല, ശിക്ഷാർഹമാണ്. സംഭവം എന്താ പറയാ, നമ്മള് മൃഗങ്ങളെ കണ്ടില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രസകരമായ യാത്രയാണിത്. കൊടും വനത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ 2-4 സൈഡും നമ്മുടെ അതെ നമ്മുടെ നല്ല എന്താ പറയാ മരങ്ങൾ തെങ്ങി നിൽക്കുന്ന ഈ റോഡിനോട് ചേർന്നിട്ട്. പക്ഷെ ഉൾക്കാടുള്ള ഒരു പ്രദേശത്തിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോണത്. അല്ലേ, നമ്മളെ 2 സൈഡും കാട്ടിലുള്ള ആളുകളെ കണ്ടാലേ ഇവര് ഞെട്ടും. അതിന്റെ നടുവ് കൂടെയാണ് നമ്മൾ ഈ പോണത്. ആൾക്കാർ കടുവ കളിച്ചിട്ടേ. അതെ, നമ്മള് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ കേട്ടോ യാത്രക്കാരെ. ഞാൻ ഒരിക്കലും നമ്മള് സൈഡൊക്കെ കണ്ടാല് ഇവിടെ ഇവിടെ നിർത്തി നമ്മള് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും ഇവിടെ ഇറങ്ങരുത്. കാടാണ് സംഭവം. വല്ല മൃഗങ്ങളും വന്ന് ആക്രമിക്കാനൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബോർഡ് എനിക്ക് എടുക്കാൻ കഴിയില്ല. വേണ്ട, കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് ചിന്തിക്കാനോ. കാരണം നമ്മൾ കാടിനുള്ളിലൂടെ പോകുന്നത്, കാട്ടില് ഉള്ളത് മനുഷ്യന്മാരല്ല, കാട്ടു മൃഗങ്ങളാണ്, വന്യജീവികളാണ്. അവയിൽ പലതുമല്ല മോസ്റ്റ് ഓഫ് ദ ആനിമൽസ് അപകടകാരികൾ, ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ഉള്ളിൽ ഇറങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ആക്സിഡന്റിനുള്ള ചാൻസ് ഉണ്ട്. അതിവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അത് ബോർഡ് വെക്കേണ്ട ആവശ്യമില്ല. ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതെ, ശരിയാണ്. വണ്ടി നിക്ക് കണ്ടോ? ഒട്ടേനട്ടോ, ഒരു ഒട്ടേനുണ്ട് അവിടെ. കണ്ടോ? ആ, കണ്ടു. മുതലായില്ലേ? ഒരു മോഹൻ തുറച്ചെടുത്ത ഇവിടെ ഒരാളുണ്ട്. മയില് 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 അവിടെ ഇവിടെ കണ്ട ടൈഗറിന്റെ സ്ഥലം കേട്ടോ. ചെറിയ അരുവി ഉണ്ട്, ഇതിലൊക്കെ വെള്ളം കുടിക്കാന് മാനുകൾ ഇതൊക്കെ വരും അല്ലേ? നമ്മള് സിനിമയിലെ കാണുന്ന പോലെ. കുടിക്കാനല്ലേ? അതിലേ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കണ കേട്ടോ. റിൻഷുവിന് ആ വെള്ളത്തിലിറങ്ങി കുളിക്കണം. എന്താ ചെയ്യാ? കുളിക്കണേ കുളിക്കണേ നോക്കട്ടാ. അവിടെ കുളിച്ചാലേ നമ്മളെ കടുവ പിടിച്ചോണ്ടോ കേട്ടോ. ടൈഗർ റിസർവ് ആണിതേ, കടുവ സങ്കേതം കേട്ടോ. അവിടെ ഒരു ആന ഉണ്ട് കേട്ടോ, ഒറ്റേനട്ടോ. അവിടെ മാനുകളൊക്കെ ഉണ്ട് സംഭവം, പക്ഷെ കാണാൻ ബുദ്ധിമുട്ടാ. മാനുകള് എപ്പുറത്ത് മാനുകള് മാൻകൂട്ടുണ്ട് നല്ലപോലെ കണ്ടില്ലേ? ആനയും കണ്ടില്ലേ? മേലെ നേരെ മേലെ വലിയൊരാന, വലിയാന അപ്പുറത്ത്. ശരിക്കും നമുക്ക് ക്യാമറയിൽ ഇത് കറക്റ്റ് ആയിട്ട് ഉൾപ്പെടുത്താൻ കഴിയില്ല കേട്ടോ, കാരണം ദൂരമുള്ളതേ. ഇവിടെ ചെറിയൊരു പന്നിക്കുട്ടി ഉണ്ടായിരുന്നു. പന്നിക്കുട്ടി പന്നിയാണ് ചെറുത്.
ആ ആനക്കുട്ടിയാണ്, പന്നിക്കുട്ടിയല്ല ആനക്കുട്ടിയാണ്, സോറി. കണ്ടില്ലേ ചെറിയൊരു ആനക്കുട്ടിയുണ്ടോ? പൊളി പൊളി പൊളി. ആനക്കുട്ടിയാണത്, ആനക്കുട്ടിയാടാ. ആനയുടെ കുട്ടിയാണത്. ആന നിക്കണ്, ആനയുടെ കുട്ടി നിക്കണ്. വേറൊരു ആന പന്നിയാണോ? അല്ലല്ല ആനക്കുട്ടിയാണ്. പന്നിക്കുട്ടിയാ എന്തായാലും വളരെ കുട്ടിയാണ്. അതെ അതെ. മൈസൂർ നേരല്ലേ? നേരെ സ്ട്രൈറ്റ് സ്ട്രൈറ്റ് ഇത് വഴി. ആ എന്നാ ലെഫ്റ്റ് ശരിയാ. ലെഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, റൈറ്റ് ഊട്ടി. ഞാൻ ഊട്ടി മാസം കൂടി. ബാംഗ്ലൂർ 241, മൈസൂർ 91. മൈല് മൈല് മൈല്. പീക്കോക്ക് ഇവിടെ ഒരു പീക്കോക്ക്, ഇതൊരു പീക്കോക്ക്. അതാ ഇതൊരു പീക്കോക്ക്. അത് അവിടെ ഒരു പീക്കോക്ക് കണ്ടേ. ഇതൊക്കെ കണ്ടു, ഇതൊക്കെ കണ്ടു. ഇവിടെ ഒരു ആന ഉണ്ട് അല്ലേ? എവിടെയാണ്? അതാ ഇതാ മാന് തൊട്ടടുത്ത്. മാനടാ മാനെ മാന് പീക്കോക്ക് മാന് 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 മാന്. കലക്കി മക്കളെ, കലക്കി. പൊളിച്ച് പൊളിച്ച്. കണ്ടില്ലേ എന്ത് കൊമ്പല്ലേ? ഇവിടെതാ പുള്ളിമാൻ, പുള്ളിമാൻ. ആ സിംഹം പുലിയൊക്കെ വരുടാ വരുടാ. ഇവിടെ മാന്, മാനുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഹമ്പ് ഹമ്പ്, നമ്മള് പതുക്കെ ഹമ്പ് ഹമ്പ്. KL 52 കണ്ടോ ലോറി? നമ്മളെ നാട്ടുകാരട്ടോ. രണ്ട് വണ്ടി നമ്മളെ നാട്ടുകാരാണ്. KL 52. Do not park the vehicle anymore in the resort. വരൂട്ടോ, വരും വരും വരും. അവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ. അവിടെ അവിടെ എന്തൊക്കെയുണ്ട്. മാൻകൂട്ടമാണ് കേട്ടോ. അമ്പ് അമ്പ് അമ്പ്. എന്താ ഇതൊന്നും എത്ര കണ്ടാലും മതിയാവില്ലടാ. ഇതൊക്കെ കണ്ട മതിയാവണ്. മാൻകൂട്ടം ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. മാനിനൊരു കുറവില്ലല്ലേ? മക്കളൊരു സംഭവമാണ് കേട്ടോ. ഇതുവഴി യാത്ര ചെയ്യണം നിങ്ങൾ എല്ലാവരും. ഇത് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഫാമിലിയെ കൂട്ടിട്ട്, ഫാമിലിക്ക് ഭയങ്കര ഒരു ഇതാവും അല്ലെ, ഒരു അടിപൊളി ട്രിപ്പാവും. നമ്മള് പൊതുവെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നവരാകും. പക്ഷെ നമ്മളെ ഫാമിലി എപ്പോഴും അവരെപ്പോഴും നമ്മള് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് കൂട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഹാപ്പി ആയി മാറും. കൊടും വനത്തിലൂടെയുള്ള ഒരു യാത്ര. അടിപൊളി. പറയുമ്പോ തന്നെ രോമാഞ്ചം. വണ്ടി ലെഫ്റ്റ്. അത്യാവശ്യം അവർക്ക് കണ്ട് ഒരുപാട് സാധനങ്ങൾ കണ്ടു. ഇനി നമുക്ക് ഒരു ആനക്കൂട്ടത്തെ തൊട്ടടുത്ത് ഒരു ആന അല്ലെങ്കിൽ ഒരു കടുവനെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായി. അത്യാഗ്രഹമായി മാറൂടാ. കിട്ടിയാലോ ചിലപ്പോ ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ. ഇനി കാട്ടുപോത്ത് തന്നെയാണ്. ഇനിയിപ്പോ വിഭറ്റങ്ങൾ ഉണ്ടാവും ഇവിടെ. എന്താ കാടിന്റെ ഭംഗി. പിന്നെ കാടിനോളം ഭംഗി നാടിനല്ലോ. നമ്മളും കാട്ടിലേക്ക് കുടിയേറിയാലോ. ഇപ്പൊ തന്നെ നമ്മള് കാട്ടില് സ്ഥലം കിട്ടും നമുക്ക്. കുടിയേറ്റം തന്നെ ഉള്ളത്
അതായത് ശരിക്കും ആനിമൽസിന്റെ വൈൽഡ് ആനിമൽസിന്റെ ഏരിയ അല്ലേ, നമ്മളതിനോട് കുടിയേറിയിട്ടല്ലേ ഇപ്പൊ റോഡുണ്ടാക്കിയിട്ടുള്ളത്. കണ്ടുപിടിച്ചു ശരിയാണ്. നമ്മളും കുടിയേറി കയ്യേറിയിട്ടാണ് പോയി പോണത്. കയ്യേറിയിട്ടില്ല, അവരുടെ നിരത്തിലോട്ട് കയ്യേറിയിട്ടില്ല നമ്മൾ പോണത്. മനുഷ്യന്മാരെപ്പോഴും സ്വാർത്ഥരല്ലേ നമ്മളെപ്പോഴും സ്വാർത്ഥരാണ്. നമ്മുടെ കാര്യസാധനത്തിന് വേണ്ടി നമ്മളിപ്പോ മൃഗങ്ങളുടെ സ്ഥലത്ത് കൂടെ റോഡ് ഉണ്ടാക്കി ആ റോഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കല്ലേ. എന്നാലോ ഈ മൃഗങ്ങളെങ്ങാനും നമ്മളെ സ്ഥലത്തേക്ക് വന്നാലോ അപ്പൊ പ്രശ്നമായി. ഇവരെ സ്ഥലത്ത് നമ്മൾ കയറുമ്പോഴാണ് അവര് നാട്ടിൽ ഇറങ്ങണതേ. ഡോണ്ട് ഗെറ്റ് ഡൗൺ ഫ്രം ദ വെഹിക്കിൾ കണ്ടോ, ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. റൈഡേഴ്സ് കണ്ടോ, ഒരുപാട് റൈഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ബൈക്കില് ഭയങ്കര എൻജോയ് ആയിട്ട് വരാം. ഒരു ബുള്ളറ്റ് മതി. നിങ്ങള് സൈറ്റ് നോക്കട്ടോ. ഒരാള് ഫസീല റൈറ്റ്, റംഷിദ ലെഫ്റ്റ്. റംഷിയ ലെഫ്റ്റ് സൈഡ് നോക്കിട്ടാ. ഇഷാമേ ഇവിടെ മാനുണ്ട്. പുള്ളി മാന് മക്കളെ, നമ്മള് മൃഗശാലയിൽ പോയി കാണുന്ന ഫീലിംഗ് അല്ലത്. ഇത് അവരുടെ ജീവിതാണ്. അവര് രാവിലെ ഇറങ്ങിയതാ കണ്ടോ. അവര് വിശപ്പ് മാറ്റാൻ വേണ്ടി ഇറങ്ങിയതാ രാവിലെ. ഇത് അവരുടെ നാട്, അവരുടെ ലോകം. മൃഗശാല എന്ന് പറഞ്ഞാല് യോ പറ്റിച്ചേ അല്ല, ഇവിടെ ടൈഗറിന്റെ ഫോട്ടോ ഒക്കെ കാണാനുണ്ട് കേട്ടോ. പറഞ്ഞ പോലെ വല്ലതും ഉണ്ടോ? അതെ, തോണി കണ്ടാ? ഹിഷാം എന്താ പറഞ്ഞേ? അതെ, അതന്നെ. മാനൊക്കെ എണീറ്റിക്കണു, പുലികളൊക്കെ ഉറങ്ങാന്നാണ് ഹിഷാം പറയുന്നത്. ശരിയാ തോന്നുന്നു. പുലിനൊന്നും കാണാനില്ല ഹിഷാമേ. എന്താ റിൻഷു എന്താ പറഞ്ഞേ? റിൻഷു എന്താ പറയുന്നേ? അല്ല, ഈ സീബ്ര ക്രോസ് ആനക്ക് നടക്കണം. സീബ്ര ക്രോസ് പിന്നെയും പറ്റിക്കാ. ഭയങ്കര പറ്റിക്കല്. ടൈഗർ മാന്റെ കൂട്ടാണതേ. മാനാണ്. അതെ. അയ്യോ, ഇഷാമ് കലിപ്പിലാണല്ലോ. ഇതെന്താ കുറുക്കന്മാര് സ്ഥല? നമ്മളെന്നെ കുറുക്കന്മാരല്ലേ? വേണ്ടമ്മ, ഒരു സാധനത്തിന് മാത്രമേ ലോകത്തുണ്ട്. ഇവിടെ കാട്ടിലിറക്കൂല സോപാന്. മുതുമലൈ ടൈഗർ റിസർവ് കഴിഞ്ഞുല്ലേ? അപ്പൊ മുതുമല കഴിഞ്ഞു. ഇനി ബന്ദിപ്പൂര് വേറെ അല്ലേ? അപ്പൊ നമ്മള് കേരളം കഴിഞ്ഞ് തമിഴ്നാട് കഴിഞ്ഞ് കർണാടക കിടക്കട്ടോ. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. അപ്പൊ തമിഴ്നാട് കഴിഞ്ഞു അല്ലേ? ഇനി നമ്മള് മറ്റേ എന്താണ് ബന്ദിപ്പൂരല്ലേ? ഇത് കർണാടക സ്റ്റേറ്റിലേക്ക് നമ്മൾ വന്നു. അതെ അതെ അതെ. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. നമ്മള് കേരളം കടന്നു, പിന്നെ തമിഴ്നാട് കഴിഞ്ഞു. തമിഴ്നാട് പാസ് ചെയ്തു. കർണാടകയിലാണ് ബന്ദിപ്പൂര് ടൈഗർ റിസർവ് അല്ലേ? ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ഇപ്പൊ മുതുമല റിസർവ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. അത് തമിഴ്നാട് ബോർഡറിലാണുള്ളത്. കഴിഞ്ഞിപ്പോ നമ്മൾ ബന്ദിപ്പൂർ റിസർവ് ടൈഗർ റിസർവ് തന്നെ കേട്ടോ. ടൈഗർ റിസർവ് ആണ്. ടൈഗർ എന്ന് പറയാനല്ല, നമ്മൾ ടൈഗറിനെ കണ്ടില്ല കേട്ടോ. നോക്കാം നമുക്ക്. ടൈഗർ കടലിൽ എന്റെ മുഖത്ത് പോയി. ഇതാണോ ടൈഗർ? ഓഹോ, ഇപ്പൊ ഒരു കാട് കൊരങ്ങന്മാര് റോട്ടില് പിടിക്കുന്നുണ്ട്. എന്താ സുബേർ, അന്നെ കാണാൻ വേണ്ടി കേട്ടോ. ഇതിനെ വരുന്നുണ്ട് പറഞ്ഞപ്പോ അന്നെ കാണാൻ വേണ്ടി നിക്കപ്പോ
നോക്കി അതാ ഓക്കെ സുബൈർ ഓക്കെ ശരി 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 ശരി. ഇപ്പൊ ഉണ്ടായില്ലേ? അതല്ല സുബൈറിന്റെ ഏട്ടനും ഉണ്ട് ഇന്നല്ലേ. അത് കളിക്ക് മക്കളെ, അങ്ങനെ സുബൈറിന് മാത്രം പറയണ്ട. ഇവിടെ ഒരു വണ്ടി പണി മുടക്കിയിട്ടുണ്ട് മക്കളെ. വിളിക്കണ്ടല്ലേ? ഓക്കെ കൊറേ നേരയോ? KSRT-കാരൻ ജാമാക്കി പോയി, പണി കൊടുത്തു പോയി പാവം. എന്താ ചെയ്യാ, കാട്ടിനുള്ളിൽ പെട്ട്. ഇനിയിപ്പോ ക്രൈനെ വിളിച്ചുണ്ടാക്കണം അവർക്കിപ്പോ ഇതൊരു ശീലമായിട്ടുണ്ടാവണം അല്ലേ? ഇതൊക്കെ സർവ്വസാധാരണമായി കണ്ടിട്ടുണ്ടാവും. നമ്മള് KL9 പാലക്കാട് വണ്ടിയാ. ഇല്ല അത് ഇതാണ് ചെറുത് ഇതാക്ക. അത് വിടത്തിയെങ്കിലേ സീനറിയാ. ഓ ഹിഷാമേ, അത് കലക്കി ഹിഷാമേ. ലോക്ക് ഉറക്കേ ബൈക്ക് അവിടുന്ന്. സൂപ്പർ സൂപ്പർ. കണ്ട് പോട്ടെ. ഹിഷാമ കണ്ടില്ലേ? കൊമ്പില്ല, കൊമ്പുള്ള കലമാന എന്താണ്, മാനുകള് പലതരം ഉണ്ട്. മാനിനെ കണ്ട മതിയോ? അതെ. കിട്ടി മക്കളെ, പൊളി അധികം അവിടെ നിക്കണ്ട. ഞാൻ ഐ വിൽ മാനേജ് ഇറ്റ്. ഓക്കെ, യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ആ മറ്റേ ആനയുടെ മേലെ 2 മൈനകൾ ഇരിക്കുന്നുണ്ട്. കണ്ടോ? സൂപ്പർ മാന. മുതലായി. പൊളിച്ചില്ലേ? കണ്ടല്ലേ? നമ്മളെ ബാക്കിലോ? നമ്മള് പിടിക്കാനൊന്നും വരില്ല കേട്ടോ. സ്പെഷ്യൽ എന്തോ സാധനം. ചക്കൊന്നുമില്ല. ചക്ക ഉറപ്പാ? ഉറപ്പിന്റെ കറുപ്പാ? ഇത് ഇവിടെ കോട്ടേജുകളാ തോന്നുന്നുട്ടോ താമസിക്കാനുള്ള അല്ലേ? ഇത് കോട്ടേജുകളാ. വനത്തിനുള്ളില് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അത് ഉണ്ടോ? കൊറോണ അതിന്റെ ശേഷം തുറന്നിക്കണ തോന്നുന്നല്ലേ? ഇവിടെ വനത്തിനുള്ളില് ചെറിയ എമൗണ്ടിന് താമസിക്കാൻ കഴിയും. ഇത് രസകരമായ സ്ഥലാണ് ചോദിച്ചില്ലേ? ഓ, ആനപ്പിണ്ടിയൊക്കെ അവിടെ ഉണ്ടടി. ആൾക്കാരെ വീട് ഹമ്പ് ഹമ്പ് ഹമ്പ്. ലോങ് ആണ് മൈസൂര അല്ല ഗോപാൽ സാഹിബ് മാന അവിടെ കിട്ടിയോ? വേറെ മാന് പരിപാടി. വൺ വേ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഈ റോഡിലെത്തി. റിസർവ് നമ്മുടെ ഫോറസ്റ്റ് കഴിഞ്ഞോ? ഏകദേശം
സജഷൻ കഴിഞ്ഞ താങ്ക് യു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അർത്ഥം അല്ലേ? അപ്പൊ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞു അല്ലേ? നമ്മള് ഗുണ്ടൽപേട്ടിലോട്ട് കടക്കാവും, അങ്ങനെയാണ് മനസ്സിലാവണത്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക്. കഴിഞ്ഞു. ബൈ ബൈ ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. നമ്മള് ബന്ദിപ്പൂര് ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു, ഇങ്ങനെ ഗുണ്ടൽപേട്ടയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൃഷിയുടെ മെയിൻ ഏരിയ കേട്ടോ. ഒരുപാട് കൃഷി, നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ചോളം, മഞ്ഞള്, കാണുന്നുണ്ട് നമ്മള്. അതെ, മെയിനായിട്ട് ചോളകം, വാഴ, അതേപോലെ മഞ്ഞള്, കാബേജ്, ഇഞ്ചി. സൂര്യകാന്തിയുടെ അല്ലേ? പക്ഷെ സീസൺ എല്ലാം തോന്നുന്നു കേട്ടോ. വെൽക്കം ടു ഹിമാവത് ഗോപാലസ്വാമി ഹിൽസ് അല്ലേ? അത് ഈ റോഡ് അല്ലേ? ആ മലയുടെ മുകളിലോട്ടോ പോവാ? ആ മലയുടെ മുകളിലോട്ട് പോയ അടിപൊളി കാഴ്ച. ഞാൻ പറഞ്ഞില്ല, ആ മലയുടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലുള്ള ആനകളൊക്കെ നമുക്ക് ഒരു വിധം കാണാൻ പറ്റും. കോളിഫ്ലവർ അല്ലേ? ശരി, കോളിഫ്ലവർ ആണ്. നമ്മള് ഗുണ്ടൽപേട്ട് എത്തിന്ന് പറയാം അല്ലേ? വെൽക്കം ടു ഗുണ്ടൽപേട്ട്. യെസ്, വെൽക്കം ടു ഗുണ്ടൽപേട്ട്. ട്രാഫിക് തെറ്റാണ്. ഇതാണ് നമ്മള് റോഡ് കേട്ടോ അല്ലേ? നമ്മള് പ്രീ ലെഫ്റ്റ് കയറി പോണ്ടായിരുന്നു. ഇനി നമ്മള് വയനാട് റോഡിൽ പോവാണ് മോനെ. അങ്ങോട്ടും മൈസൂര്. നമ്മള് കാലിക്കറ്റ് വയനാട്. നമ്മള് വയനാട് സുൽത്താൻ ബത്തേരി മുത്തങ്ങ വഴി അല്ലേ? ഇത് ഒരു അടിപൊളി ഔട്ടാ. കാരണം എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, മുത്തങ്ങ വഴി അടിപൊളി കാടാണ്, കൊടും കാടാണ്, ഒരു രക്ഷയില്ല. അവിടെ എന്തൊക്കെ കാണുന്നത് നമുക്ക് നോക്കാം, വഴിയെ കാണാം. ഇവിടെ കല്യാണമൊക്കെ നടക്കുന്നുണ്ട്. ഒരാള് മാസ്ക് ഇട്ടില്ല, ഇവിടെ കൊറോണ ഇല്ല. നമുക്ക് പോകണ്ടല്ലോ, ഫ്രീ ആയിട്ട് ഫുഡ് കഴിച്ചു പോവാ. ഒന്ന് വൈപ്പിട്ടെ. എന്താ കാട്ടിലുള്ളത് കൂട്ടുകാരെ? അപ്പൊ നമ്മള് രണ്ടാമത്തെ കാട്ടിലോട്ട് എത്തി. രണ്ടാമത്തല്ല, മൂന്നാമത്തെ. മുതുമലൈ, ബന്ദിപ്പൂർ. അപ്പൊ മൂന്നാമത്തെ കാട്ടിലെത്തി അല്ലേ? ഇത് നമ്മുടെ മുത്തങ്ങ വഴി ഉള്ള കാടാണ്. നമ്മുടെ ഗുണ്ടൽപേട്ടിൽ നിന്നും സുൽത്താൻ ബത്തേരി അല്ലേ? ബത്തേരി കൽപ്പറ്റ പോകുന്ന റൂട്ട്. ഓക്കെ, ഇവിടെ എന്തൊക്കെ കാണാൻ നമുക്കൊന്ന് നോക്കാം. 5 മിനിറ്റായി നമ്മളിങ്ങനെ കടന്നു പോകുന്നു ഈ കാട്ടിലൂടെ. ഒന്നും കണ്ടില്ല. ഭാഗ്യമില്ലട്ടോ മക്കളെ, നിങ്ങൾക്കാർക്കും ഭാഗ്യമില്ല. കേറിട്ട് ഒന്നിനും കണ്ടാ പറയാൻ പറ്റില്ല. കുരങ്ങാണ് നമ്മൾ ആകെ കണ്ട. ഇപ്പൊ ഇവിടെ ഈ കുരങ്ങന്മാരെയാണ്. ഹായ് മക്കളെ, എന്നാ പോവാ. എത്ര വണ്ടികളാ? എന്തെങ്കിലുമൊക്കെ കാണും, കാണാതിരിക്കില്ല. നോക്കാം, നമ്മളെ മുന്നിൽ വന്ന് പെടുന്ന നോക്കാം. നിങ്ങൾ നോക്കണില്ലല്ലോ, സൈഡിൽ കാണണം. മക്കളൊരു 1/4 മണിക്കൂറിലേറെ ആയി, ഒന്നും കണ്ടില്ല. ആകെ കണ്ടത് 2 കുരങ്ങന്മാരെ, റൈഡേഴ്സ് ഉണ്ട്. ആന എവിടെ ചിന്നെ പറ്റിക്കണ്ടോ വെറുതെ ക്ഷമ. ആനൊന്നുമില്ല. നോക്കാം, എന്തെങ്കിലുമൊക്കെ വരും നോക്കാം. Thank you. Visit again. Again to. കൽപ്പറ്റയ്ക്ക്
കൽപ്പറ്റ 45 കിലോമീറ്റർ, മുത്തങ്ങ 6 കിലോമീറ്റർ കേട്ടോ, സുൽത്താൻ ബത്തേരി 20 കിലോമീറ്റർ, കോഴിക്കോട് 118. കുട്ടി ഓടി വന്നു. അടിപൊളി അടിപൊളി അടിപൊളി. നമ്മള് കേരളത്തിൽ കിടന്നുട്ടോ. നമ്മള് കേരളത്തിൽ കിടന്നു കണ്ടോ. വെൽക്കം ടു വയനാട്. അപ്പൊ നമ്മള് വയനാട് ജില്ലയിൽ എത്തിയില്ലേ ഇപ്പൊ. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ നമ്മള് കർണാടക സ്റ്റേറ്റിൽ നിന്ന് നമ്മള് കേരളത്തിലോട്ട് നടന്നു. അതെ, വയനാട് ജില്ലയിലെത്തി നമ്മള്. മുത്തങ്ങക്ക് ഇവിടുന്ന് 6 കിലോമീറ്റർ കേട്ടോ. ആ, ഹോട്ടലിൽ പോവാം. ഹോട്ടലിൽ പോവാം, ഇപ്പൊ തന്നെ പോവാം. ആടാ പോവാടാ. അനക്ക് വിശക്കണ്ട? നല്ല വിശക്കണ്ട? എന്താ വേണ്ട ഹോട്ടലിൽ നിന്ന്? എന്താ കഴിക്കണ്ട്? എന്താ കഴിക്കണ്ട്? ഒരു പറ, എന്താ കഴിക്കണ്ട്? ബിരിയാണിയാ? ഫുഡോ? എന്ത് ബിരിയാണിയാ വേണ്ടത്? നാടൻ ബിരിയാണിയോ? അയ്യ, ഐസ്ക്രീം കണ്ടിട്ടുള്ള ഓട്ടപ്പത്. ആ വാ 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 വാ. ഏത്? അതിന്റെ അവിടെ ആയിരുന്നു മറ്റേ വെടിവെപ്പ് ഉണ്ടായത്. അതല്ലേ കാട്ടിലോ? ഇവിടെ തന്നെ. ആന്റണി മുഖ്യമന്ത്രിയല്ലേ? അപ്പൊ ഓർമ്മകളുള്ള സ്ഥലം ഇപ്പൊ ഇതില്ലേ? വന്നിട്ടാണല്ലോ JCB വെച്ച് റോഡാക്കിയിട്ട് വണ്ടി കയറ്റി കിട്ടി. ഓ, അത് ശരി. അതായത് മുത്തങ്ങ വെടിവെപ്പിന്റെ ഓർമ്മകളുടെ ഐസ്ക്രീം കഴിക്കണം. ഇക്കടെ വീട് എവിടെ? ഞാൻ ബത്തേരി. ഞങ്ങള് പട്ടാമ്പിയാ. എലക്ഷന്റെ ചൂട് അടിപൊളിയായി നടക്കുന്നുണ്ട്. ഒരു കുറവില്ല. ആ, നിക്കാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. ചേട്ടാ എങ്ങനെയുണ്ട്? കടന്ന് നിന്ന ഐസ്ക്രീം. ഇഷാമിന്റെ ഒറ്റ ആഗ്രഹമാണ് ഇപ്പൊ തെറ്റാ. അതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും ഐസ്ക്രീം കിട്ടി. അപ്പൊ നമ്മള് മുത്തങ്ങ എത്തിട്ടോ. മുത്തങ്ങ കടന്നു അല്ലേ? വീഡിയോ എടുത്തോ? മുത്തങ്ങ ഫോറസ്റ്റ് ട്രക്കിങ് പോവാറ്. അതല്ലേ, ഈ ഒരു ഭാഗത്താണ് ട്രക്കിങ് പോവാറ്. ഇവിടെയാണ് വയനാട് ട്രക്കിംഗ് ഉണ്ട്. ഇവിടെ മുത്തങ്ങയില് ഫോറസ്റ്റിന് അകത്തേക്കൊരു ട്രക്കിംഗ് ഉണ്ട്. പലവട്ടം പോയതുകൊണ്ട് നമുക്ക് വലിയൊരു അതെ, വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം അന്ന് ഞങ്ങള് ട്രക്കിങ്ങിന് പോയിട്ടേ ഒന്നും കണ്ടില്ല. ആകെ കണ്ടത് ഒരു കാട്ടുപോത്താ. മാത്രല്ല നമ്മള് ട്രക്കിങ്ങിനേക്കാളൊക്കെ നല്ല അതിമനോഹരമായ കാഴ്ചകൾ ഇന്ന് കണ്ടുവരികയാണല്ലോ. ദൂരം വനത്തിനുള്ളിലൂടെ കാനനപാതയിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ അല്പനേരം ഈ ഒരു മുത്തങ്ങയിലെ ട്രക്കിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. അതല്ലാതെ നമ്മൾ വയനാട് മാത്രം കറങ്ങാൻ വേണ്ടി വരുമ്പോ വയനാട്ടിൽ എന്തായാലും ഒഴിച്ചു കൂടാനാവാത്ത ഒരു ടൂറിസ്റ്റ് പോയിന്റ് തന്നെയാണ് ഈ മുത്തങ്ങ ട്രക്കിങ്. നല്ല യൂട്ടിലിറ്റി കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇഷാമേ, ഉറക്കം വിടൂ, ബിരിയാണി കഴിക്കൂ. പ്ലാസ്റ്റിക്കേ ഒക്കെ നമ്മളെ കവറിൽ വിടണം കേട്ടോ. അവിടെ ഒന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, വയനാടിൻ്റെ മലയോര പ്രദേശങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് കണ്ട തേയിലത്തോട്ടത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വിചാരിച്ച് വന്നതാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കൂട്ടുകാരെ, നമ്മള് വയനാടിനോട് വിട പറയാണ്. വയനാടില്ലേ? വയനാടിലെ നമ്മൾ കുറെ വായി നോക്കിയാണെന്ന് കാരണം ഈ വയനാട് എന്നാ പേരുണ്ട്. പേരിട്ടോ ഞാനല്ല.
അപ്പൊ കൂട്ടുകാരെ വയനാടിനോട് വിട പറയാൻ പോവാണ്. വയനാട് അതിർത്തി ഏതാനും സത്യത്തിൽ സുബേറെ ഈ വയനാട് പറഞ്ഞ സ്ഥലം എവിടെയാണ്? സംഭവം ഇത് ടോട്ടൽ വയനാടാണ്. അങ്ങനെ വയനാട് പറഞ്ഞ സ്ഥലം ഇല്ലല്ലോ അല്ലേ? ഇല്ല, അങ്ങനെ ഒരു സ്ഥലം ഏരിയക്ക് പറഞ്ഞ പേരാണ്. ഒരു പ്രോപ്പർ പ്ലേസ്. പാലക്കാട് എന്ന് പറയുമ്പോഴേ സുബേറെ പാലക്കാടുണ്ട്, പാലക്കാടുണ്ട്, മലപ്പുറം ഉണ്ട്, തൃശ്ശൂരുണ്ട്, ഇടുക്കി ഉണ്ട്, എറണാകുളം ഉണ്ട്. അതെ, ഇതേപോലെ കേരളത്തിൽ അല്ല എറണാകുളം അല്ലേ? എറണാകുളം ഉണ്ടോ? എറണാകുളം എറണാകുളം ജംഗ്ഷൻ ഉണ്ട്, എറണാകുളം നോർത്ത്, എറണാകുളം സൗത്ത് ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട്. പിന്നെ കോട്ടയുണ്ട്, ആലപ്പുഴ ഉണ്ട്, പത്തനംതിട്ട ഉണ്ട്, കൊല്ലണ്ട്, തിരുവനന്തപുരം ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തലക്ക് നോക്കുകയാണെങ്കിൽ കാസർഗോഡ് പറഞ്ഞ സ്ഥലമുണ്ട്, കണ്ണൂരുണ്ട്, എല്ലാം ഉണ്ട്, കോഴിക്കോട് ഉണ്ട്. വയനാടില്ല. വയനാടില്ലല്ലോ. ഇല്ല. ഫസിലുണ്ടോ റംഷിദുണ്ടോ പറയാം വയനാടിന്റെ പ്രത്യേകത. ചെടി വേണോ? കാൽവരി മൗണ്ട് പോലെ കാൽവേരി മൗണ്ട് പോലെ. ഒരു പാട്ട് പറയുമ്പോ കാൽവേരി മൗണ്ട് പോലെ അല്ലേ? ഈ ഹോട്ടൽ നല്ല ഹോട്ടലാ. ഈ ഹോട്ടലിൽ കയറിയില്ല. എന്തായാലും ഈ ഹോട്ടൽ അടിപൊളി വിസിറ്റ് ഒക്കെ കണ്ടോ? ഇതിൽ കയറണോ? നല്ല മസാല ദോശ വേണോ? അപ്പൊ കൂട്ടുകാരെ, നമ്മള് ഇവിടെ ചുരത്തിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ അതും കൂടി കഴിഞ്ഞ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ വീണ്ടും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഘാട്ട് റോഡ്, ഡ്രൈവ് കെയർഫുള്ളി. കട്ട റോഡാണ്, ശ്രദ്ധിക്കണമെന്ന്. അത് ശരി, ഘട്ട് റോഡ് എന്നാണ് അല്ലേ? കട്ട റോഡാണെന്ന്. നമുക്കേ ഇവിടെ എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്യാം. ചായ, കപ്പി, കൂൾ ഡ്രിങ്ക്സ് വലിയ ബുദ്ധിമുട്ടാണ്. ഇവർക്ക് ഈ വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിലേ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. ആ ഒരു വ്യൂ ആണ് കിട്ടുക നമുക്ക്. കണ്ടോ, വയനാട് ചുരം നിങ്ങളുടെ കംപ്ലീറ്റ് വ്യൂ തന്നെയാണ്, ഫ്രം ദ ടോപ്പ് ടു എൻഡ്. പിന്നെ does the road wind uphill all the way? Yes, to the very end. Will the day steady take the whole long day from moon to night, my friends? താമരശ്ശേരി ചുരം, നമ്മൾ പപ്പു പറഞ്ഞ താമരശ്ശേരി ചുരം കേട്ടോ. പിന്നെ റംഷിദ പപ്പു പറഞ്ഞ താമരശ്ശേരി ചുരാണ് ഇത് കേട്ടോ. അതന്നെ, അങ്ങോട്ടോ ഇങ്ങോട്ടോ. അതെ, ആ 8:10 സ്പാനിങ് എടുത്ത ഉസ്മാന് സുലൈമാനായതാ. അതാ കോട. ആ നിങ്ങൾ കണ്ടോളി, വയനാട് കണ്ടോളി മക്കളെ. കാണാൻ കിടക്കണുള്ളൂ. എന്താണ് ഇതില്ലേ? എന്താണ് സീനറി? ഒരു കാൽവേരി മൗണ്ട് പോലെ. മിസ്റ്റ് ഓൺ ദ ക്ലൗഡ്സ്. കുരങ്ങ് മങ്കി. എടാ മങ്കിയുടെ സ്പെല്ലിംഗ് കൊടുത്താ മങ്കി. എല്ലാം കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഫസില കുരങ്ങ് അതിനെ അവരുടെ അടുത്ത് കൂടെ പോണണ്ടാ. അയ്യോ നല്ല ഭംഗിയുണ്ട്. കുരങ്ങ് പോണണ്ട അവിടെ പോയി. എന്താണ് പോലീസുകാർ വരുന്നുണ്ടാ? പോലീസുകാർ വരുന്നുണ്ടാവും. നന്നായിണ്ട്. ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പാടില്ല ഇവിടെ. ഇത് അലൗഡ് അല്ലല്ലോ. പോട്ടെ. ഇവിടെ ആകെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. നമുക്ക് പാർക്കിംഗ് നടക്കണ്ടാവില്ല. പാർക്കിംഗ് നടക്കണ്ടാവില്ല. സൈറ്റ് എടുത്തോ. സൈറ്റ് കണ്ടോ, നല്ല വ്യൂ. വണ്ടിയിലിരുന്ന് കാണാം. സൂപ്പർ സീനാട്ടാ. ഇവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നു. തന്നെ ആളുകള് ദുരുപയോഗം ചെയ്തിട്ടേ നല്ല രീതിയിൽ പാർക്ക് ചെയ്യില്ല. അപ്പൊ പിന്നെ ആകെ ബ്ലോക്ക് ആവും. പിന്നെ ഇതൊക്കെ തന്നെയല്ലേ സ്ഥിതി.
ചുരത്തിന്റെ മേലെ ഇപ്പൊ പാർക്കിംഗ് ഇല്ല കേട്ടെന്നാ പണിവാടി കണ്ടോ ഇവിടൊക്കെ ഇരുന്ന് പാർക്ക് ചെയ്തിരുന്ന നമ്മളെ ഈ ഭാഗത്തൊക്കെ ഇരുന്ന് പാർക്ക് ചെയ്തിരുന്നു ഇവിടൊക്കെ അവര് ഇത് കെട്ടിക്ക. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഓവർടേക്ക് കൂട്ടുകാരെ, വയനാട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നല്ല നല്ല കാഴ്ചകളുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതുവരേക്കും ബൈ. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുന്നവര് നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മളെ കൂട്ടുകാർ നമ്മളെ അനിയന്റെ യൂട്യൂബ് ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാരെ എല്ലാവരുടെയും സപ്പോർട്ട് നിർബന്ധമായിട്ടും വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. ബൈ, സി യു. വയനാടല്ല നമ്മൾ പറഞ്ഞു വയനാടായി പോയി, സോറി. നമ്മള് പോയത് വേറൊരു വഴിക്ക്, വന്നത് വേറൊരു വഴിക്ക്. അതായത് ഇന്നത്തെ യാത്ര പ്രത്യേകത. നമ്മൾ എവിടെയും ലാഗ് ചെയ്തിട്ടില്ല. ഞങ്ങള് നാടുകാണിച്ചുരം കയറി ഇറങ്ങിയല്ല, നാടുകാണിച്ചുരം വഴി നിലമ്പൂരിന്ന് നാടുകാണി ചുരം വഴി നമ്മൾ കയറി. അങ്ങനെ കേറിയിട്ട് തമിഴ്നാട് വന്നു. തമിഴ്നാട് മുതുമലൈ ടൈഗർ റിസർവ്, ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, അങ്ങനെ മുത്തങ്ങ വഴി നമ്മള് ഇപ്പൊ താമരശ്ശേരി ചുരം വഴി, കോട്ടന്റെ സ്വന്തം താമരശ്ശേരി ചുരം വഴി ഇറങ്ങിക്കൊണ്ടിരിക്കും. അവിടെ കൂടിയിട്ട് നമ്മള് വീഡിയോയും അതിന്റെ ഒപ്പം ആവും. അപ്പൊ ഇനി വേണ്ടത് നിങ്ങളൊക്കെ സപ്പോർട്ടാണ്. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതെ, ഒന്ന് കണ്ടോളിട്ടാ, നമുക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ.